ഗുഡ് മോർണിംഗ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി ആക്രമണം നടത്തി ആ രാജ്യത്തെ പ്രസിഡന്റിനെ ബന്ദിയാക്കി വിചാരണയ്ക്കായി എത്തിക്കുക. വെനിസ്വേലയ്ക്ക് നേരെയുള്ള അമേരിക്കയുടെ ഈ കടന്നാക്രമണത്തെ ഞെട്ടലോടെയാണ് ലോകം നോക്കുന്നത്. പല രാജ്യങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞു. പക്ഷേ അതെല്ലാം വളരെ കരുതലോടെയാണ്. ന്യൂയോർക്കിലെത്തിച്ച പ്രസിഡന്റ് മദൂറോയെ ലഹരിവിരുദ്ധ സേനയുടെ താവളത്തിലെത്തിച്ച് ചോദ്യം ചെയ്യും. പ്രശ്നം മയക്കുമരുന്നല്ല, വെനിസ്വേലയുടെ വൻ എണ്ണ സമ്പത്താണ് എക്കാലത്തെയും അമേരിക്കയുടെ സ്വപ്നം. വാർത്തകളൊക്കെ നോക്കാം. ആദ്യം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വെനസ്വേലയിൽ ആക്രമണം നടത്തി അമേരിക്ക ബന്ദികളാക്കിയ പ്രസിഡന്റ് മദൂറോയെയും ഭാര്യയും ന്യൂയോർക്കിലെത്തിച്ചു. അമേരിക്കൻ ലഹരിവിരുദ്ധ സേന ചോദ്യം ചെയ്യും. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് ട്രംപ്. എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും US പ്രസിഡന്റ്. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ലോകരാഷ്ട്രങ്ങൾ. പല രാജ്യങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യയും. വെനസ്വേലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അതീവ ജാഗ്രത പാലിക്കാനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അമേരിക്കൻ സൈനിക നടപടിയെ രൂക്ഷമായി വിമർശിച്ച് റഷ്യ. ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന ആവശ്യം. മദീനയ്ക്കടുത്ത് വാഹനാപകടം. മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചു. ജീവൻ നഷ്ടമായത് മലപ്പുറം മഞ്ചേരി നടുവളത്ത് കളത്തിൽ അബ്ദുൾ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവർക്ക്. ജലീലിന്റെ മക്കളായ നൂറ, ആയിഷ, ഫാത്തിമ എന്നിവർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മദീന സന്ദർശിക്കാൻ പോയ കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ അപ്പീൽ നൽകാൻ ആന്റണി രാജു MLA. വിധിപ്പകർപ്പ് വരുന്നതോടെ MLA സ്ഥാനത്ത് നിന്ന് നീക്കി വിജ്ഞാപനമിറക്കും. അയോഗ്യത ഉത്തരവിറങ്ങും മുൻപ് രാജിക്ക് നീക്കം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കാൻ കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല ലക്ഷ്യ 2026 വയനാട്ടിൽ തുടക്കം. സ്ഥാനാർത്ഥി നിർണയവും പ്രകടന പത്രികയും സർക്കാരിനെതിരെ ഉയർത്തിക്കാട്ടേണ്ട വിഷയങ്ങളും ചർച്ചയാകും. ഫെബ്രുവരി പകുതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ നിർണായക നീക്കം. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാകും 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കം ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര നീക്കമെന്ന ആരോപണം. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്ന പ്രഖ്യാപനം തള്ളി ധനമന്ത്രി. രാജ്യമേറെ മോശപ്പെട്ട അവസ്ഥയിലൂടെയെന്നും അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ. വെനസ്വേലയിൽ ആക്രമണം നടത്തി അമേരിക്ക ബന്ദികളാക്കിയ പ്രസിഡന്റ് മദൂറോയെയും ഭാര്യ സ്ലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെത്തിച്ചു. ഇരുവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ന്യൂയോർക്കിലെ ന്യൂബർഗിലുള്ള സ്റ്റുവർട്ട് എയർഫോഴ്സ് ബേസിലാണ് ലാൻഡ് ചെയ്തത്. അമേരിക്കൻ ലഹരിവിരുദ്ധ സേന ഇരുവരെയും ചോദ്യം ചെയ്യും. അതേസമയം ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും അമേരിക്കയുടെ എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും US പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ തുടരുകയാണ്. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അമേരിക്കൻ സൈനിക നടപടിയെ രൂക്ഷമായി വിമർശിച്ച് റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മായ ബാലഗോപാൽ ചേരുന്നുണ്ട്. മായ, ഏറെ ഞെട്ടലോടെയാണ് അമേരിക്കയുടെ ഈ കടന്നാക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെനിസ്വേല പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ന്യൂയോർക്കിൽ എത്തിച്ചു എന്നാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇവരെ ലഹരിവിരുദ്ധ സേന ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ള ഒരു അന്തരീക്ഷം പുരോഗമിക്കുന്നത്? ഒപ്പം വെനിസ്വേലയിലും അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും മായ, വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അതിലാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. ട്രംപ് വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദികളാക്കിയതും ഒക്കെ എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാണ്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാക്കും വരെ കുറച്ചുകാലം വെനസ്വേല അമേരിക്ക ഭരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയാണ്. ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും ഒരു ആക്രമണം പ്രതീക്ഷിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറയുകയുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ കടത്തേണ്ടി വരില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അതായത് ട്രംപ് കാര്യങ്ങൾ നേടിയെടുത്ത മട്ടിലാണ്
ഇന്നലത്തെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തിൽ കൃത്യമായൊരു നയം വ്യക്തമാക്കലാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാക്കും വരെ കുറച്ചുകാലം വെനസ്വേല അമേരിക്ക ഭരിക്കും, ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമണം എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നടന്നു എന്ന മട്ടിലാണ്. മഡുറോ ഏകാധിപതിയാണെന്നും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കൻ ആധിപത്യം പുനഃസ്ഥാപിച്ചെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വെനസ്വേലയിൽ ആർക്കു വേണമെങ്കിലും മഡുറോയുടെ ഗതി എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയുണ്ടായി. അമേരിക്ക ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ചിത്രം പുറത്തുവിടാനും ട്രംപ് മറന്നില്ല. അതുപോലെ US നാവികസേനാ കപ്പലിലുള്ള ചിത്രമാണ് പുറത്തുവിട്ടത്. കണ്ണുകെട്ടിയ നിലയിലുള്ള ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്ക ബന്ദിയാക്കിയ നിക്കോളാസ് മഡുറോയും ഭാര്യ സിലിയ ഫ്ലോറസും ഇപ്പോൾ അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു. അമേരിക്കൻ എണ്ണക്കമ്പനികൾ വെനസ്വേലയിൽ പണമുണ്ടാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകാനും മറന്നിട്ടില്ല. മായ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ലോകരാഷ്ട്രങ്ങളും വളരെ ഞെട്ടലോട് കൂടിയാണ് ഇത് നോക്കുന്നത്. പലരും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പലരും കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. ഇന്ത്യ ആകട്ടെ അവിടെയുള്ള പൗരന്മാർക്ക് മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐക്യരാഷ്ട്ര സഭ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. ഐക്യരാഷ്ട്രസഭ എന്തു പറയും, എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിന് മുന്നോടിയായി മഡുറോയെ മോചിപ്പിക്കണമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക വിട്ടയക്കണമെന്ന് തന്നെയാണ് റഷ്യയുടെ നിലപാട്. മഡുറോയും ഭാര്യയും നിലവിൽ US യുദ്ധക്കപ്പലിലാണെന്നും ഇരുവരെയും ഉടൻ ന്യൂയോർക്കിൽ എത്തിക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചിരിക്കുന്നത്. റഷ്യയുടെ മാത്രം അഭിപ്രായമല്ല, ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും ട്രംപിന് മുമ്പിൽ ഈ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് എങ്ങനെയായിരിക്കും മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ട്രംപാണ് നടപടി എടുത്തിരിക്കുന്നത്. ട്രംപിൻ്റെ നയങ്ങൾ, രീതികൾ ഒക്കെ വ്യത്യസ്തമാണ്. വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് റഷ്യ. റഷ്യയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റ് ലോകരാജ്യങ്ങളും ഉണ്ട്. തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറിയാണ് അമേരിക്ക ഈ ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇരുവരെയും, വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും ന്യൂയോർക്കിൽ എത്തിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ സേന അവരെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം വിചാരണ ഉൾപ്പെടെ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വെനസ്വേലയിൽ ഉൾപ്പെടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി പോരാട്ടങ്ങളൊക്കെ കണ്ട ജനതയാണ് വെനസ്വേല. ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, ഇവിടെ ആ രാജ്യം ഇനി ഏത് രീതിയിലായിരിക്കും ഇതിനെ നേരിടുക എന്നുള്ളതൊക്കെയാണ് ഇനിയിപ്പോൾ ലോകം ഉൾപ്പെടെ നോക്കി കാണുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും മായയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ അയോഗ്യനായ ആന്റണി രാജു MLA അപ്പീൽ നൽകും. വിധിപ്പകർപ്പ് വന്നാൽ ആന്റണി രാജുവിനെ MLA സ്ഥാനത്തു നിന്ന് നീക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. കേസിൽ MLAയും കൂട്ടുപ്രതി KS ജോസും അപ്പീൽ നൽകും. അപ്പീൽ പോകണമെന്നാവശ്യപ്പെട്ട് നാളെ പ്രോസിക്യൂട്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്ക് റിപ്പോർട്ട് നൽകും. കീഴ്ക്കോടതി വിധിയിൽ ഏറെ ന്യൂനതകളുണ്ടെന്നും കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും ഗൗരവവും ശരിയായി പരിഗണിച്ചിട്ടില്ലെന്നും അപ്പീലിൽ വാദിക്കും. ദേവികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദേവിക, വളരെ അപൂർവമായ ഒരു കേസായിരുന്നു ഇത്. അതിലാണ് ഒരു ജനപ്രതിനിധിക്ക് ഈ രീതിയിലുള്ള തടവ് ശിക്ഷ ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നത്. ഈ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിന് മുൻപ് ഈ MLA സ്ഥാനം രാജിവെക്കാനുള്ളൊരു നീക്കങ്ങളൊക്കെ ആന്റണി രാജു നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അപ്പീൽ ഉൾപ്പെടെ പോകും. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഒരു കേസിൽ ഇരു കൂട്ടരും അപ്പീൽ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിക്ഷാ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട ആന്റണി രാജു MLAയും ആന്റണി രാജു MLAയ്ക്കും കൂട്ടുപ്രതിയായിട്ടുള്ള ജോസിനും ലഭിച്ച ശിക്ഷയിൽ കുറവ് വന്നു. അതായത് ഈ കീഴ്ക്കോടതി വിധിയിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. വിധി വന്നപ്പോൾ ഈ ശിക്ഷ കിട്ടിയത് കുറഞ്ഞുപോയി എന്ന ആവശ്യം ഉന്നയിച്ച് പ്രോസിക്യൂഷനും എന്തായാലും കോടതിയെ സമീപിക്കും. ഇത് സംബന്ധിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പ്രോസിക്യൂട്ടർ നാളെ റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാകുന്നത്. അതായത് കുറ്റകൃത്യത്തിന്റെ ഒരു വ്യാപ്തി, അതിന്റെ ഒരു ഗൗരവം കൃത്യമായി ഇത്തരത്തിൽ കീഴ്ക്കോടതി പരിഗണിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. നമുക്കറിയാം, നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഈ ഭരണമുന്നണിയുടെ ഘടകകക്ഷിയും മന്ത്രിയുമായിട്ടുള്ള ആന്റണി രാജുവിനെതിരെ ഇത്തരത്തിലൊരു ശിക്ഷാവിധി വരുന്നത്. അത് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകം തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസിലാണ് 1990 വിദേശ പൗരൻ ഹാഷ് ഷോയിൽ ഇത്തരത്തിൽ അടിവസ്ത്രത്തിൽ വെച്ച് കടത്തുകയും ആ അടിവസ്ത്രം തിരിമറി നടത്തുകയും
ക്ലെയിം ചെയ്തു എന്ന കേസിലാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിലൊരു ശിക്ഷാവിധി വിധിച്ചിട്ടുള്ളത്. എന്തായാലും നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 1 മാസം അപ്പീൽ നൽകാനുള്ളൊരു സമയപരിധി നൽകിയിട്ടുണ്ട്. ഈ ഒരു സമയപരിധിക്കുള്ളിൽ അപ്പീൽ നൽകുകയാണെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ കോടതിയെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മായ. ശരി, തൊണ്ടി മുതൽ തിരിമറി കേസിൽ അയോഗ്യനായ ആന്റണി രാജു MLA അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നതാണ്. അപ്പീൽ നൽകുന്നതിന് മുൻപ് ഒരു പക്ഷേ ഈ MLA സ്ഥാനം രാജിവെക്കാനുള്ള നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. അയോഗ്യനാക്കുന്നതിന് മുൻപ് തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചേക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കാൻ കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല ലക്ഷ്യ 2026 ഇന്ന് വയനാട്ടിൽ തുടക്കമാകും. സ്ഥാനാർത്ഥി നിർണയവും പ്രകടന പത്രികയും സർക്കാരിനെതിരെ ഉയർത്തിക്കാട്ടേണ്ട വിഷയങ്ങളുമൊക്കെയാകും ചർച്ചയാവുക. ഫെബ്രുവരി പകുതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസിന്റെ നിർണായക നീക്കം. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിനായി സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ഹൈക്കമാൻഡ് രൂപം നൽകി. മധുസൂദനൻ മിശ്രയാണ് കേരളത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 4 പേരടങ്ങുന്ന കേരളത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സെയ്ദ് നാസർ ഹുസൈൻ, നീരജ് ധങ്കി, അഭിഷേക് ദത്ത് എന്നിവരാണ് അംഗങ്ങൾ. അൺഫിലിറ്റുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ തിളക്കമാർന്ന വിജയത്തിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ മണ്ഡലങ്ങളിലെയൊക്കെ സ്ഥാനാർത്ഥി നിർണയം ഒരുപക്ഷെ ഇതിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഈ ഏകദേശം ഒരു ധാരണ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് UDF ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെ ആയിരിക്കും അല്ലേ? അതായത് കോൺഗ്രസിന്റെ ഒരു ദ്വിദിന പ്ലീനം അല്ലെങ്കിൽ ചിന്തൻ ശിബിരമാണ് വയനാട്ടിൽ നടക്കുന്നത്. ഈ ചിന്തൻ ശിബിരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടി ഇതേ രീതിയിൽ കോൺഗ്രസ് വയനാട്ടിൽ ദ്വിദിന ചിന്തന ശിബിരം നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു. അതൊരു എല്ലാ രീതിയിലും ഇതൊരു ഗുണകരമായി. കാരണം ഏതൊക്കെ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കണം, തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ അജണ്ട തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ഒക്കെ അവിടെ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഒരു ഫലം തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു. കൂട്ടായ നീക്കവും കൂട്ടായ ചുമതലയും എല്ലാവരും നിർവഹിച്ചിരുന്നു. അതിന്റെ ഒരു ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതേ മാർഗത്തിൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടിയായ ദ്വിദിന ചിന്തൻ ശിബിരം നടക്കുകയാണ് വയനാട്ടിൽ. ഈ ചിന്തൻ ശിബിരത്തിൽ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിലാണ് ദിവാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. KPCC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷന്മാർ, ഒപ്പം MP മാർ, MLA മാർ, DCC അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ എല്ലാവരും ഏറെക്കുറെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നു. എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാം അടക്കം ഉള്ള എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ വിഷയം പ്രചാരണായുധമാക്കണം, ഏതൊക്കെ രീതിയിലുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണത്തിന് ഇറങ്ങണം, ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ മുൻനിർത്തിയായിരിക്കണം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, ഇതടക്കമുള്ള വിഷയങ്ങളൊക്കെ ഈ ദ്വിദിന ക്യാമ്പിൽ ചർച്ചയാകും. അപ്പോൾ തന്നെ ഇത്തവണ കോൺഗ്രസിന്റെ ഒരു മറ്റു തെരഞ്ഞെടുപ്പുകൾ വിഭിന്നമായി. കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2021 സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കാൻ വളരെ വൈകിയിരുന്നു. അത് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലുണ്ട്. ആ തിരിച്ചടി മറികടക്കാൻ അല്ലെങ്കിൽ അത് വീഴ്ച മറികടക്കാനായി ഇത്തവണ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സീറ്റ് വിഭജന ചർച്ചകളാണ് ആദ്യം അവർ തീരുമാനിക്കുന്നത് ഘടകകക്ഷികളുമായി. അത് ഈ മാസം 15 ശേഷം, അതായത് ഇന്നിപ്പോൾ 4-ാം തീയതി ആയിട്ടുണ്ടെങ്കിൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിലേക്ക് പോലും എത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 50% സീറ്റുകളിൽ വനിതകളെ യുവാക്കളെ തന്നെയാണ് കണക്കിലിറക്കും. ഒപ്പം പല മുൻ KPCC K സുധാകർ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള VM സുധീരൻ അടക്കമുള്ള മുതിർന്നവരെയൊക്കെ കണക്കിലിറക്കി ഏറ്റവും ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിന് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ മധുസൂദനൻ മിശ്രയുടെ നേതൃത്വത്തിലുള്ള. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ തന്ത്രങ്ങളൊക്കെ ഫലം കണ്ടതിന്റെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടതാണ് ഇപ്പോൾ ദ്വിദിന ശില്പശാല വയനാട്ടിൽ തുടക്കമാകുന്നത്. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുള്ള ബജറ്റാകും ഇക്കുറി അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യം തള്ളിയില്ല. അതേസമയം കേരളത്തിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്രത്തിൽ നിന്ന് രാഷ്ട്രീയ നീക്കം നടക്കുന്നതായും ധനമന്ത്രി ആരോപിച്ചു. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറി എന്ന പ്രഖ്യാപനത്തെ വിമർശിച്ച ധനമന്ത്രി രാജ്യം ഇപ്പോൾ സാമ്പത്തികമായി ഏറെ മോശപ്പെട്ട അവസ്ഥയിലാണ് പോകുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു. അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്
ഒരു സർക്കാർ അവതരിപ്പിക്കുന്ന അവസാന ബജറ്റ് എത്രത്തോളം ജനകീയമാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 3 മാസം മാത്രം സർക്കാരിന് കാലാവധിയുള്ളപ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് ആകുമോ, സമ്പൂർണ്ണ ബജറ്റ് ആകുമോ എന്നതും മറ്റൊരു ചോദ്യം. പക്ഷേ സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുള്ള ബജറ്റാകും ഇക്കുറി അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യം തള്ളാനും ധനമന്ത്രി തയ്യാറാകുന്നില്ല. അതേസമയം വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്രത്തിൽ നിന്ന് രാഷ്ട്രീയ നീക്കം നടക്കുന്നതായി ധനമന്ത്രി ആരോപിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പദ്ധതി അനൗൺസ് ചെയ്തതോടുകൂടി DAയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും പ്രഖ്യാപിച്ചല്ലോ. ഇതോടുകൂടി ഇതിനെങ്ങനെ ഒരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ 13-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് വന്നു. അതിനടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇത് കട്ട് ചെയ്യാനുള്ള തീരുമാനം വന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ അടുത്ത് പറയേണ്ടതുണ്ട്. കേന്ദ്രത്തിനോട് ഒരു തരത്തിലും രാഷ്ട്രീയമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. എന്നാൽ ക്ഷേമ പദ്ധതികളൊന്നും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്തതും ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം ശരിയാണെന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അവർ കരുതുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് കറക്റ്റ് ചെയ്യും. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി എന്ന നിലയിൽ വ്യക്തിപരമായി കുറച്ച് ആളുകളുടെ ഈ ചില സ്ഥാനങ്ങൾ മാത്രമൊന്നും അല്ല ഈ പാർട്ടി പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഭാഗം. രാജ്യം ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയെന്ന പ്രഖ്യാപനത്തെ തള്ളുകയാണ് ധനമന്ത്രി. ജപ്പാന്റെ 10 ഇരട്ടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് 1000 രൂപ വർദ്ധിച്ചാൽ എങ്ങനെ സാമ്പത്തിക ശക്തിയാകുമെന്ന് ധനമന്ത്രി ചോദിക്കുന്നു. നമുക്ക് പുറത്തൊക്കെ പറയാം ഇന്ത്യ ആകെ സാമ്പത്തികമായി മുന്നോട്ട് വന്നു. സാമ്പത്തികമായി വല്ലാത്തൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെയാണ് ഇന്ത്യ പോകുന്നത്. ജപ്പാൻ്റെ എത്രയോ മടങ്ങ് ജനങ്ങളുള്ള സ്ഥലത്ത് ജപ്പാനേക്കാളും 1000 രൂപ അധികമായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഇത്രയും വലിയൊരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ കേരളത്തിന് അനുകൂലമായ റിപ്പോർട്ടുണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയും ധനമന്ത്രി കൈവിടുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിങ്ങിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ് തീ പടർന്നത്. 100 കണക്കിന് ബൈക്കുകളാണ് കത്തി നശിച്ചത്. ഹരീഷ് ഉണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഇത് എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതോ തീ അണയ്ക്കാനുള്ള നടപടികളൊക്കെ ഇപ്പോൾ തുടരുകയാണോ? ഇന്ന് 6 മണിയോടെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുന്നത്. ഈ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബൈക്ക് പാർക്കിങ്ങിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. 2ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ് തീ പടർന്ന് പിടിച്ചത്. തീ നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 100 കണക്കിന് ബൈക്കുകളാണ് ഇവിടെ കത്തി നശിച്ചത്. ഇത് ചില ബൈക്കിൽ നിന്നുണ്ടായ തീപിടുത്തമാണ്. ബൈക്കിൽ നിന്നാണ് തീ പടർന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ഉള്ള നിഗമനം. ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. പക്ഷേ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് തീപിടുത്തം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരാനുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. പ്രദേശത്ത് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം എത്തിയിട്ടുണ്ട്. ആളുകളെല്ലാം ഈ ഒരു പ്രദേശത്ത് തീപിടുത്തമുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ആളുകളെല്ലാം നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഇന്ന് 6 മണിയോടുകൂടിയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. പടർന്ന് പിടിക്കുകയായിരുന്നു. 100 കണക്കിന് ബൈക്കുകളിലേക്ക് തീ പടർന്നതോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പെട്ടെന്ന് മാറുകയും തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. ശരി, എന്തായാലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ബൈക്ക് പാർക്കിങ്ങിൽ തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമായിരിക്കുകയാണിപ്പോൾ. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ്. അവധി ദിവസമായതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. സുധീഷ് ഉണ്ട് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി. സുധീഷ്, ഈ രാവിലെ മുതൽ അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും സുഗമമായൊരു ദർശനമൊക്കെ സാധ്യമാകുന്നുണ്ടോ? തീർച്ചയായും രാവിലെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ അയ്യപ്പന്മാരുടെ ഒരു വലിയ പ്രവാഹം ഈ ശബരീശ സന്നിധിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അയ്യപ്പന്മാർ കൂടുതലായി എത്തി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഒരുപാട് ഭക്തരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരക്കിനെ നിയന്ത്രിക്കാൻ അധികൃതർക്ക് വളരെയധികം പാടുപെടേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ഭക്തർക്ക് ആവശ്യമായ വെള്ളം, ബിസ്ക്കറ്റ് എന്നിവ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ
കാര്യങ്ങളും ഒക്കെ തന്നെ അവർ നോക്കി വരികയാണ്. എങ്കിൽ പോലും സുഗമമായ അയ്യപ്പ ദർശനം അയ്യപ്പന്മാർക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ളത് അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം, തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം മണിക്കൂറുകൾ ക്യൂ നിന്നാൽ പോലും അവർക്ക് തങ്ങളുടെ ഈ അയ്യപ്പനെ കാണാൻ കഴിയുന്നു, ശബരീശനെ കണ്ട് വണങ്ങി ശബരീശ സന്നിധിയിൽ നിന്നും മടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 1,859 അയ്യപ്പ ഭക്തരാണ് ശബരീശ സന്നിധിയിൽ എത്തിയത്. ശബരിമല ഇത്തരത്തിൽ ഒരു തിരക്കിലേക്ക് നീങ്ങുമ്പോൾ ഇന്നും ഇത്തരത്തിൽ ഒരു 1,00,000-ന് പുറത്ത് അയ്യപ്പന്മാർ തീർത്ഥാടനത്തിനായി ശബരിമലയിൽ എത്തും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി, അതായത് മകരവിളക്കിന് ചൊവ്വാഴ്ച മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നു. ആ ദിവസം മുതൽ അനുഭവപ്പെടുന്ന ഒരു തിരക്ക് അത് ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 80,000-ന് മുകളിൽ ഭക്തരാണ് അയ്യപ്പ ദർശനം നടത്തിയത്. ആ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് തന്നെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടും എന്ന് തന്നെയാണ്. പ്രധാനമായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പന്മാരാണ് ഈ തീർത്ഥാടന കാലത്ത് ഈ ഒരു സമയങ്ങളിൽ കൂടുതലായും ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ കൂടുതലായി എത്തുന്നുണ്ട്. മാളികപ്പുറങ്ങളും ഒപ്പം തന്നെ കുഞ്ഞ് അയ്യപ്പന്മാരും ഒക്കെ ഈ സമയത്ത് കൂടുതലായി എത്തുന്നത് ശബരീശ സന്നിധിയിലെ തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മായ, ശരി, എന്തായാലും രാവിലെ മുതൽ തന്നെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൈതപ്പൊയിലെ അപ്പാർട്ട്മെന്റിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. കൂടെ താമസിച്ചിരുന്ന ആദിൽ എന്ന യുവാവിന് മരിച്ച ഹസ്ന അയച്ച ശബ്ദ സന്ദേശം ഇന്നലെ പുറത്തു വന്നിരുന്നു. ലഹരി ഇടപാടുകൾ പുറത്തു പറയുമെന്നും കൊടിസുനിയും ഷിബുവും അടക്കം കുടുങ്ങുമെന്നും ശബ്ദ സന്ദേശത്തിൽ യുവതി പറയുന്നുണ്ട്. വർഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. വർഷ, ഇന്നലെ യുവതിയുടെ ശബ്ദ സന്ദേശം വന്നതിന് പിന്നാലെ ഈ കേസിന്റെ ഗൗരവം മറ്റൊരു തലത്തിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹസ്നയുടെ മരണത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച ഹസ്ന കഴിഞ്ഞ 7 മാസമായി ആദിൽ എന്ന യുവാവിനോടൊപ്പം താമരശ്ശേരിയിലെ കൈതപ്പൊയിൽ എന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഇതിനിടെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവരെ ഈ ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശേഷം കുടുംബം പല ആരോപണങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ദുരൂഹ ഇടപാടുകൾക്ക് ആദിൽ ഹസ്നയെ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഏകദേശം ഇത് ശരിവെക്കുന്ന ഒരു രീതിയിലുള്ള ശബ്ദ സന്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശബ്ദ സന്ദേശത്തിൽ കരച്ചിലടക്കിക്കൊണ്ടുള്ള ഹസ്നയുടെ വാക്കുകളാണ് പുറത്തു വരുന്നത്. 26 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TP വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടി സുനി, അതേപോലെ ഷിബു തുടങ്ങിയവരുമായി ഉള്ള ബന്ധം, ഇവരുമായുള്ള ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു പറയുമെന്നും ഇവരെല്ലാം കുടുങ്ങുമെന്നുമുള്ള കാര്യമാണ് ആദിലിന് ഹസ്ന അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഈ ശബ്ദ സന്ദേശം അയച്ചിട്ടുള്ളത് ഹസ്നയുടെ ഫോണിൽ നിന്നല്ല, മറ്റൊരു ഫോണിൽ നിന്നാണ്. ഹസ്നയുടെ ഫോൺ ഇപ്പോഴും ആദിലിന്റെ കൈവശമാണുള്ളത് എന്നാണ് കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു മറ്റൊരു വഴിയിലേക്ക് മാറുകയാണ് ഹസ്നയുടെ ഈ ഒരു മരണം എന്നുള്ളത്. കാരണം ഇതുവരെ ആദിലിനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ തിരച്ചിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റുള്ളവരിലേക്കും ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ആ രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. 25 വർഷമായി റോഷി അഗസ്റ്റിൻ വിജയിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കേ കഴിയൂ എന്നാണ് ഇവരുടെ നിലപാട്. 1977 ഇടുക്കി നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത്. അതിനുശേഷം 2 തവണയൊഴികെ UDFിൽ കേരള കോൺഗ്രസ് ആണ് ഇടുക്കി സീറ്റിൽ മത്സരിക്കുന്നത്. മണ്ഡലം രൂപീകരിച്ച ശേഷം ഇതുവരെ 2 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് LDFിന് വിജയിക്കാൻ കഴിഞ്ഞതും. 1996 ജനതാദളിന്റെ PP സുലൈമാൻ റാവുത്തർ കേരള കോൺഗ്രസ് എമ്മിലെ ജോയി വെട്ടിക്കുഴിയെ പരാജയപ്പെടുത്തി. 2001 മുതൽ റോഷി അഗസ്റ്റിനാണ് ഇടുക്കിയുടെ ജനപ്രതിനിധി. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലെത്തിയതോടെ റോഷി ഇടത് MLAയും പിന്നീട് മന്ത്രിയുമായി. മാണി വിഭാഗം UDF വിട്ടതോടെ ഇടുക്കി സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് വിജയിക്കാൻ കൂടുതൽ എളുപ്പം എന്നുള്ള ഒരു അഭിപ്രായം ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി
KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ പരാജയപ്പെടുത്താൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കട്ടപ്പന നഗരസഭയും കോൺഗ്രസാണ് ഭരിക്കുന്നത്. അതിനാൽ ഇടുക്കി സീറ്റ് കോൺഗ്രസിന് ലഭിച്ചാൽ വിജയസാധ്യത കൂടുതലാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ ഇടുക്കി വിട്ടുകൊടുക്കാൻ ജോസഫ് വിഭാഗം തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. അമൃത ന്യൂസ്, ഇടുക്കി. നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ ചൂഷണത്തിന് മൂക്കുകയറിടാനുള്ള സപ്ലൈകോ നീക്കത്തിന് തിരിച്ചടിയായി നെല്ലുണക്കാനുള്ള സൗകര്യത്തിന് അപര്യാപ്തത. നെല്ല് ഏറ്റെടുത്ത് പതിര് വേർതിരിച്ച് ഉണക്കി സഹകരണ സംഘങ്ങളുടെ ഗോഡൌണുകളിൽ സംഭരിക്കാനുള്ള ബദൽ പദ്ധതിയെ പറ്റിയാണ് സപ്ലൈകോ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. എന്നാൽ സ്ഥലപരിമിതിയാണ് ഇപ്പോഴും പ്രധാനമായി നേരിടുന്ന പ്രശ്നം. കുട്ടനാട്ടിൽ പുഞ്ചക്കൊയ്ത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം കൃഷിയിലേതുപോലെ പരിമിതമായ മില്ലുകാർ എത്തുകയും സംഭരണം നീളുകയും ചെയ്താൽ വേനൽ മഴയും കാലവർഷവും തരണം ചെയ്ത് നെല്ലുണക്കാനും സൂക്ഷിക്കാനുമുള്ള സംവിധാനം വേണം. നെല്ലുകുത്തി അരിയാക്കുന്നതിന് മോഡേൺ മില്ലുകളില്ലാത്ത ആലപ്പുഴയിൽ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള മില്ലുകളെയാണ് സംഭരണത്തിനായി സപ്ലൈകോ ചുമതലപ്പെടുത്തുന്നത്. 100 കിലോ നെല്ല് കുത്തിയാൽ 68 കിലോ അരി ലഭിക്കണമെന്നതാണ് മില്ലുകാരുടെ കണക്ക്. പതിരിന്റെ പേരിൽ കർഷകരിൽ നിന്നും പരമാവധി കിഴിവ് വാങ്ങലാണ് മില്ലുകാരുടെ തന്ത്രം. നിലവിൽ 2% കിഴിവിൽ നെല്ല് നൽകാൻ കർഷകർ തയ്യാറാണ്. എന്നാൽ കൂടുതൽ കിഴിവ് ആവശ്യപ്പെടുമ്പോഴാണ് കർഷകരുമായി തർക്കത്തിനിടയാകുന്നത്. വിശാല കുട്ടനാടൻ മേഖലയിലെ 1/3 താഴെ പാടശേഖരങ്ങൾ, 20% പാടശേഖരങ്ങളെ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 1/3 പാടശേഖരങ്ങളെ ഈ രണ്ടാം കൃഷി ചെയ്തിട്ടുള്ളൂ. അവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ കൃഷി മൊത്തം കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾ അടുത്ത മാസം തൊട്ടൊരു ഫെബ്രുവരി ആദ്യം തൊട്ട് കൊയ്ത്ത് തുടങ്ങുക, പുഞ്ചക്കൊയ്ത്ത്. ഈ പുഞ്ചക്കൊയ്ത്ത് തുടങ്ങിയാൽ ഈ 5-10 മില്ലുകളെ കൊണ്ട് ഇതെവിടെ എത്തിക്കാൻ സാധിക്കും. അന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞത് ഈ രണ്ടാം കൃഷി നമ്മളൊരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് തന്നെ എടുത്ത് നമ്മുടെ FCIയുമായിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ച് FCIയുമായിട്ടുള്ള സംഭരണം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പുഞ്ചയിൽ വരുമ്പോൾ നമുക്ക് ആരെയും പേടിക്കേണ്ട, നമുക്ക് നല്ല രീതിയിൽ ഈ സംഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. കർഷകർ അത് കേട്ട് വളരെയധികം ആഹ്ലാദത്തിലായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായി അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ ഒരു കുരു നെല്ല് പോലും എടുക്കുവാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. അത് ഈ കൃഷി വകുപ്പിൻ്റെയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും പരാജയമാണ്. അവരുടെ ഇച്ഛാശക്തിയുടെ കുറവാണെന്നാണ് നമുക്ക് ഈ തരുണത്തിൽ പറയാനുള്ളത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും സീസൺ തോറും എത്തുന്ന ഗുണനിലവാരമില്ലാത്ത കൊയ്ത്ത് മെഷീനുകളാണ് പതിര് വർദ്ധിക്കാൻ കാരണമെന്നാണ് കർഷകരുടെ ആക്ഷേപം. മെതിക്കുന്ന സമയത്ത് മെഷീനിൽ നിന്നും പതിരടിച്ചു കളയുന്ന സംവിധാനമുണ്ട്. എന്നാൽ പഴഞ്ച മെഷീനുകളാണ് ഇവിടെ എത്തിക്കുന്നതിനാൽ അത് സാധ്യമല്ല. ഏറ്റവും കൂടുതൽ നെല്ലുൽപാദനമുള്ള സ്ഥലങ്ങൾ കേന്ദ്രമാക്കി നെല്ല് നിരത്തി ഉണക്കാനും വാരി സൂക്ഷിക്കാനും യാർഡും സംഭരണ കേന്ദ്രങ്ങളും കൃഷിവകുപ്പോ സപ്ലൈകോയോ സജ്ജമാക്കേണ്ടതുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിക്കാൻ ആലോചിക്കുന്ന സർക്കാർ നെല്ലുണക്കാനും സംഭരിച്ചു സൂക്ഷിക്കാനുമുള്ള ഡ്രയറും യാർഡും ഗോഡൌണും സജ്ജമാക്കണമെന്നാണ് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. മലപ്പുറം മഞ്ചേരി സ്വദേശികളായ നടുവത്ത് കളത്തിൽ അബ്ദുൾ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരാണ് മരിച്ചത്. മദീനയിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. 7 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ജലീലിന്റെ 3 മക്കൾ ഗുരുതരാവസ്ഥയിലാണ്. സന്ദർശക വിസയിലാണ് കുടുംബം സൗദിയിലെത്തിയത്. കുടുംബം സഞ്ചരിച്ച വാഹനം ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ തിരുനട തുറന്നു. ഇതോടെ 12 ദിവസത്തെ നടതുറപ്പുത്സവം ആരംഭിച്ചു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ദേവി നാമജപ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് തിരുവൈരാണിക്കുളത്ത് ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നത്. പട്ടുടയാട ചാർത്തി സർവാഭരണ വിഭൂഷിതയായ ദേവീ ദർശനത്തിനായി ഭക്തരുടെ വലിയ ഒഴുക്കാണുള്ളത്. നവവധു സങ്കല്പത്തിലുള്ള ഇവിടുത്തെ പാർവതി ദേവി വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശനം നൽകുകയുള്ളൂ എന്നതാണ് തിരുവൈരാണിക്കുളത്തെ പ്രത്യേകത. മഹാദേവന് നിത്യപൂജയുണ്ട്. വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്രയോടെയാണ് നടതുറപ്പ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ദേവിക്ക് പട്ടുടയാടയും ആഭരണങ്ങളും അണിയിച്ച് ദീപാലങ്കാരങ്ങൾ പൂർത്തിയായെന്ന് അറിയിച്ച ഉടനെ നട തുറക്കുന്നതിന് ആചാരവിധിപ്രകാരമുള്ള ചടങ്ങുകളും നടന്നു. ദേവിയുടെ തിരുനടയിൽ വ്രതം നോറ്റ മങ്കമാർ തിരുവാതിര ചുവടുവെച്ച് പൂത്തിരുവാതിര കൊണ്ടാടി. നടതുറപ്പിന്റെ 12 നാളുകളിൽ ശ്രീകോവിൽ രാത്രി തുറന്നിരിക്കും. പുലർച്ചെ ദർശനത്തിന് മുന്നോടിയായി ദേവിയെ ശ്രീകോവിലിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കും. ഭക്തരുടെ സുഗമമായ ദർശനത്തിന് വിശാലമായ ക്യൂ ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്തിപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഭക്തജനങ്ങളുടെ ദർശനത്തിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നടക്കൽ പറവഴിപാട് നടത്തുന്നതിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അരവണ കൗണ്ടറുകൾ, ദേവിയുടെ പ്രധാന വഴിപാടായ മഞ്ഞൾപ്പറ, മഹാദേവന് എള്ളുപറ മുതലായ പറകൾ നിറയ്ക്കുന്നതിന് നടയിൽ തന്നെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം നല്ല മംഗളമായിട്ട് തൊഴുതു, ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാ വർഷം വരും. ഇനി ഇപ്പം വരുന്നത് കൊടുത്തോളവും വന്നു, ഇനി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 4 മണിയായപ്പോൾ പോരുന്നത് അവിടെ. കൊല്ലത്തുനിന്ന് ഞങ്ങൾ വരുന്നത്. ഇതിപ്പോൾ മോടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 8 വർഷം കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. നല്ല മാറ്റമുണ്ട്. അമ്മയെ കാണാൻ തന്നെ മനസ്സ് നിറയുന്നു. ഫസ്റ്റ് നടന്ന് കാണണമെന്ന് എല്ലാ വർഷവും ആഗ്രഹമാണ്. അതാണ് ഇന്നലെ വന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ ഭക്തജനങ്ങൾക്ക് അന്നദാനവുമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പരമ്പരാഗത കൃഷിയിലേക്ക് ഒരിക്കൽ കൂടി ചുവടുവെക്കുകയാണ് ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതികളായ കുഞ്ചിപ്പെട്ടിയും കട്ടമുടിയും. അന്യം നിന്ന് പോയ റാഗി കൃഷി ഇവിടെ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. നഷ്ടമായ കാർഷിക സംസ്കൃതി തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഉന്നതിയിലെ കുടുംബങ്ങൾ. നെൽപ്പാടത്തിന്റെ വരമ്പിലും മറ്റുമായാണ് അടിമാലി കുഞ്ചിപ്പെട്ടിയിൽ കർഷകർ റാഗി വിത്ത് വിതച്ചത്. മൂപ്പെത്തി റാഗി വിളവെടുപ്പിന് പാകമായി വരുന്നു. ആദിവാസി ജനതയുടെ പരമ്പരാഗത കൃഷികളായ കുറുമ്പുല്ല്, തെന, ചാമ ഉൾപ്പെടെയുള്ളവ ഉന്നതികളിൽ തിരിച്ചു വരുന്നതിന്റെ തുടക്കമാണ് കർഷകരുടെ ഈ ഇടപെടൽ. ഗോത്രവർക്കാരുടെ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് റാഗി കൃഷി. അത് ഇപ്പോൾ 10-30 വർഷമായിട്ട് നമുക്ക് ഇല്ലാതായിരിക്കുകയും അതിൻ്റെ വിത്ത് ഇനം പോലും കിട്ടാൻ ഇല്ലാതെ പോയിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് വിത്ത് കിട്ടുകയും അത് നമുക്കൊരു 4 ഏക്കറിൽ നമുക്കത് കൃഷി അനുയോജ്യമായി മാറ്റാനും പറ്റിയിട്ടുണ്ട്. കാടിനുള്ളിലെ തുറസായ സ്ഥലം കണ്ടെത്തി മണ്ണിളക്കാതെ നെല്ല്, കുറുമ്പുല്ല്, തീന, ചാമ, ചോളം, റാഗി എന്നീ ധാന്യങ്ങളാണ് ആദിവാസി ജനത മുമ്പ് കൃഷി ചെയ്തിരുന്നത്. ജീവിത രീതിയിൽ മാറ്റമുണ്ടായതോടെ പ്രാചീന കൃഷിരീതികളിൽ നിന്നും ആദിവാസി ജനത അകന്നു. അന്യം നിന്നു പോകുന്ന കൃഷിരീതികളെ ഉന്നതിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമം വിജയം കണ്ടതിന്റെ സന്തോഷം കുഞ്ചിപ്പെട്ടിയിലെയും കട്ടമുടിയിലെയും കർഷകർക്കുണ്ട്. ഇടമലക്കുടി പോലെയുള്ള ഏതാനും ചില ആദിവാസി ഉന്നതികളിൽ മാത്രമാണ് ഇന്ന് കുറുമ്പുല്ലും റാഗിയും പോലെയുള്ള കൃഷികൾ അവശേഷിക്കുന്നത്. ഇപ്പോൾ കുഞ്ചിപ്പെട്ടിയും കട്ടമുടിയും തനത് കൃഷിരീതികൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇവർക്ക് താങ്ങായി ഹരിത കേരള മിഷനും ഒപ്പമുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കർഷക സംഘടനയായ ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷം കട്ടപ്പനയിൽ നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘടനയായ ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കമാണ് കട്ടപ്പനയിൽ നടന്നത്. ചെറുകിട കർഷകരെയും കർഷക കുടുംബങ്ങളെയും ചേർത്തുപിടിച്ചുകൊണ്ട് കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഇൻഫാം സ്വന്തമാക്കിയത്. ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇൻഫാം വളർന്നു. രജത ജൂബിലിയോടനുബന്ധിച്ച് നടന്ന കർഷക മഹാറാലിയിൽ ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂപ്രശ്നമുള്ള ജില്ലയാണ് ഇടുക്കിയെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഈ ജില്ലയിൽ തന്നെ 3 ജയിലിൽ 10 ജയിലിൽ ഒക്കെയുള്ള ഒരുപാട് ഭൂമി പ്രശ്നങ്ങളുണ്ട്. പല ജില്ലകളിലുമുണ്ട്. ഈ 64-ലെ ഈ ഭൂമി പതിവ് നിയമവുമായി ബന്ധപ്പെട്ട ആ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല ജില്ലകളിലും പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയണം. പൊതുസമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരി മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, ഡീൻ കുര്യാക്കോസ് MP തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, ഇടുക്കി. പഠിക്കുന്നത് ഏവിയേഷൻ കോഴ്സിനാണ്. എന്നാൽ ഇപ്പോൾ അസിസ്റ്റന്റ് കളക്ടറുടെ വാഹനത്തിൽ താൽക്കാലിക ഡ്രൈവറാണ്. 20-കാരിയായ ഗായത്രി വിനോദാണ് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറുടെ വാഹനത്തിൽ താൽക്കാലിക ഡ്രൈവറായി എത്തിയത്. കുന്നമംഗലം സ്വദേശിയായ ഗായത്രി അവധിക്ക് നാട്ടിലെത്തിയതാണ്. ഡ്രൈവിംഗ് ചെയ്യാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആളാണ് 20-കാരിയായ ഗായത്രി വിനോദ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ 18 വയസ്സാകാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ താല്പര്യം വ്യക്തമാകും. ഇപ്പോൾ കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറുടെ വാഹനത്തിൽ താൽക്കാലിക ഡ്രൈവറായി എത്തിയതും ഈ താല്പര്യത്തിന്റെ ഭാഗമായി തന്നെയാണ്. കളക്ടറേറ്റിലെ ഡ്രൈവറായ അച്ഛൻ വിനോദിൽ നിന്നാണ് അസിസ്റ്റന്റ് കളക്ടറുടെ വാഹനത്തിലേക്ക് താൽക്കാലിക ഡ്രൈവറെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഗായത്രി അറിയുന്നത്. ശേഷം സ്വമേധയാ ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ഡൽഹിയിൽ ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്ന ഗായത്രി നാട്ടിൽ അവധിക്കെത്തിയതാണ്. ഇപ്പോൾ ലീവിന് വന്നപ്പം അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേണം തോന്നിയപ്പം എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അസിസ്റ്റന്റ് കളക്ടറിൻ്റെ ഡ്രൈവറായിട്ട് ഇപ്പോൾ വന്നതാണ്.
കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട്. ഡ്രൈവിംഗ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഡ്രൈവിങ്ങിനായതുകൊണ്ട് ഞാൻ വന്നതാണ്. അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതുവരെ അസിസ്റ്റന്റ് കളക്ടറുടെ സാരഥിയായി ഗായത്രി ഉണ്ടാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. ബംഗ്ലാദേശ് ക്രിക്കറ്റർ മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത ടീമിൽ നിന്ന് ഒഴിവാക്കിയ നടപടിക്കെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെ സമീപിക്കാനൊരുങ്ങി ബംഗ്ലാദേശ്. ഔദ്യോഗികമായി ICCക്ക് കത്ത് നൽകാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ഇടക്കാല സർക്കാരിന്റെ ഉപദേശകൻ ആസിഫ് നസ്രുൾ നിർദ്ദേശം നൽകി. T20 ലോകകപ്പിലെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടും. അതേസമയം IPL സംപ്രേഷണം ബംഗ്ലാദേശിൽ നിരോധിക്കാനും ഇടക്കാല സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ IPL പ്രാദേശിക ക്രിക്കറ്റ് ലീഗാണെന്നും ICCയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും BCCI വ്യക്തമാക്കുന്നു. കുട്ടികളെ ചികിത്സിക്കുന്നതിനിടയിൽ കൊത്തുപണികൾക്ക് സമയം കണ്ടെത്തുന്ന ഒരു ഡോക്ടർ. അതിനൊപ്പം മണ്ണിന്റെ മണമുള്ള കൊച്ചി ബിനാലയിലെ കാഴ്ചകളുമായി ഇനി സെൻട്രൽ മാഗസിൻ കാണാം. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കൈയിൽ സ്റ്റെതസ്കോപ്പ്, മറുകൈയിൽ ഉളിയുമായി കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന വ്യത്യസ്തനായ ഒരു ഡോക്ടർ ആലപ്പുഴയിലുണ്ട്. ദിവസേന 100 കണക്കിന് കുട്ടികളെ ചികിത്സിക്കുന്ന ഇദ്ദേഹം തടിയിൽ അതിമനോഹരമായ ശില്പങ്ങൾ വിരിയിച്ചെടുക്കുന്നു. ഇതുകൂടാതെ കൃഷിപ്പണിയിലും വൈദഗ്ധ്യം. ഇത് മാത്രമല്ല, ഇൻറ്റീരിയർ ചെയ്യാനും കെട്ടിടത്തിന് പ്ലാൻ വരയ്ക്കാനും അറിയാം. ആ ഡോക്ടറുടെ പേരാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ കോയിൽപ്പറമ്പിൽ, MBBS, MD, MRCPCH. ഇത്രയും കാലം അദ്ദേഹം ക്രൈസ്തവ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മനോഹരമായ ശില്പങ്ങളാണ് കൊത്തിയെടുത്തത്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മഹാഭാരതത്തിലാണ്. സമയം എന്ന് പറയുന്നത് നമ്മളാണ്. ഇപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 1440 മിനിറ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആ ഒരു മിനിറ്റ് നമ്മൾ എങ്ങനെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്തോ അല്ലെങ്കിൽ സംസാരിച്ചോ ഇരിക്കാം. നമുക്ക് അതിന് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ടൈമാണ്. കാരണം ഒരിക്കലും ഒരാൾക്ക് കിട്ടുന്ന ടൈം അയാൾ എത്ര വലിയ മഹാനായാലും തിരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ആ ഒരു വിഷൻ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മടിയനായിട്ടിരുന്ന് അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓരോ മിനിറ്റും ഞാൻ വളരെയധികം ഇതായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സൃഷ്ടിയും സ്ഥിതിയും കുടികൊള്ളുന്ന ഒരാൾ, ആരോഗ്യപരമായ ശാരീരിക സ്വാസ്ഥ്യം നിലനിർത്തുന്ന ചികിത്സാ നൈപുണ്യമാകുന്ന സ്ഥിതി, അതിനൊപ്പം കലാപരമായ സൃഷ്ടിയുടെ വൈദഗ്ധ്യം ഉൾക്കൊണ്ട ഡോക്ടർ സെബാസ്റ്റ്യൻ കോയിൽപ്പറമ്പിൽ. പഠനം എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ചെറുപ്പകാലത്ത് പഠിക്കാനായിട്ട് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാനത് നോക്കി. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം ബാംഗ്ലൂർ MS രാമയ്യയിൽ നിന്ന് MD പീഡിയാട്രിക്സും അവിടെ നിന്ന് തന്നെ ഈ നിയോനേറ്റോളജിയിലെ ഫെലോഷിപ്പും പിന്നെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് CMC വെല്ലൂരിൽ നിന്ന് ഡിപ്ലോമ ഇൻ അലർജി ആൻഡ് ആസ്മ എടുത്തു. അത് കഴിഞ്ഞാൽ വിദേശത്ത് പോയി അവിടെ നിന്ന് റോയൽ കോളേജിൽ നിന്ന് MRCPCH പീഡിയാട്രിക്സിലെടുത്തു. PhD ചൈൽഡ് ഡെവലപ്മെൻറ്റിലെടുത്തു. അപ്പോൾ അങ്ങനെ ഈ പീഡിയാട്രിക്സിൻ്റെതായിട്ടുള്ള ഒരുമാതിരി എല്ലാ ഡിഗ്രികളും എടുക്കാൻ എനിക്ക് ഈ അവസരത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടെ. കൊത്തുപണികളിൽ കുട്ടിക്കാലത്തെ സെബാസ്റ്റ്യൻ കോയിൽപ്പറമ്പിലിന് കമ്പമുണ്ടായിരുന്നു. MBBS പഠനത്തോടൊപ്പം ആ ഇഷ്ടവും വളർന്നു. എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ വരക്കാനും മറ്റുമൊക്കെ ആയിരുന്നു. അതിലേതോ ഒരു സമയത്ത് അത് കൊത്തുപണിയിലേക്ക് മാറിയെന്നുള്ളതാണ്. കാരണം ഒരു പേനാക്കത്തി കൊണ്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അത് പിന്നെ സ്ക്രൂ ഡ്രൈവർ പിന്നെ തേച്ചെടുത്തിട്ട് അത് ഉളിയാക്കി മാറ്റി അങ്ങനെ തുടങ്ങി. പിന്നെ അത് കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ചെയ്ത്. അല്ലാതെ പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിൽ ചിത്രരചനയിൽ താല്പര്യം കാണിച്ച ആ കുട്ടി വളർന്നു വലുതായപ്പോൾ
2 ആഗ്രഹങ്ങളും നേടിയെടുത്തു. വൈദ്യശാസ്ത്ര രംഗത്തെ നിരവധി ഈടുറ്റ ബിരുദങ്ങൾ, ഒപ്പം കലയോടുള്ള അടങ്ങാത്ത താൽപ്പര്യത്തിൻ്റെ പ്രതിഫലനങ്ങളായി മനോഹര ശില്പങ്ങൾ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ വളരെയധികം ചെയ്തിട്ടുണ്ട്. അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ കളക്ഷനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അത് പലയിടത്തായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ സൗന്ദര്യം ചികിത്സയിൽ മാത്രമാക്കി ഒതുക്കി നിർത്താതെ ആ സർഗസൗന്ദര്യത്തിൻ്റെ വഴികൾ ശില്പങ്ങളായി ഇവിടെ വിരിയുന്നു. ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിലും അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതിൽ ഇരുന്നുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ക്രിസ്തീയമായിട്ടുള്ള കുറേ കഥകൾ എനിക്ക് എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണത്. പിന്നെ അതുകൂടാതെ ഞാൻ ഒരുപാട് ഈ ഗ്രീക്കും അല്ലെങ്കിൽ പിന്നെ മിത്തോളജി എന്നുള്ള കുറേ അധികം വസ്തുക്കൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ വായിച്ചറിഞ്ഞതും മറ്റുമൊക്കെയാണ്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം പുരാണങ്ങളിൽ നിന്നുള്ള ഇതാണ്. അത് ഞാൻ ചെയ്തിട്ടില്ല, അതിനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അറിവിൻ്റെ വെച്ചിട്ടുള്ള ഇതാണ്. സെബാസ്റ്റ്യൻ ഡോക്ടറുടെ ശില്പങ്ങൾ ലളിത സ്വഭാവത്തിലുള്ള ശില്പങ്ങളല്ല, ആശയവും കലയും ഒരുമിക്കുന്ന ബൈബിൾ പശ്ചാത്തലമാക്കിയുള്ള നിരവധി സൃഷ്ടികൾ. ജീസസിൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ 2 പ്രധാനപ്പെട്ട ക്രിയേഷൻസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടും വലിയ ഇതാണ്, ഒരു 6 into 7 feet വലിപ്പമുള്ള 2 ഇതാണ്. അതിൽ ഒന്ന് ഒരു ക്രോസ് ആയിട്ട് തന്നെയാണ്. ക്രോസിൽ ക്രിസ്തുവിൻ്റെ ജനനം തൊട്ട് മരണം വരെ അതിൽ ഈ ലാസ്റ്റ് സപ്പർ കുറച്ച് എലാബറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കുറച്ചുകൂടെ വലിയ ക്യാൻവാസിലാണ്. അതിൽ ക്രിസ്തുവിൻ്റെ ജനനം തൊട്ട് മരണം വരെ സ്വർഗാരോഹണം വരെയുള്ള 53 സെപ്പറേറ്റ് സീൻസ് ഒരു മാനയിൽ കോർത്തിട്ട മുത്തുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ തടിയിൽ മനോഹരമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അഗണി ഓഫ് ജീസസ്, അഗണി ഓഫ് ഈ മദർ മേരി എന്നുള്ള, അതായത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ജീസസ് അനുഭവിച്ച ആ അഗണിയും മാതാവിനെ ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് ഇറക്കി ഈ മാതാവിൻ്റെ മടിയിൽ കിടത്തുമ്പോൾ മാതാവിനുണ്ടാകുന്ന അഗണി, അത് രണ്ടും ഒരു തടിയുടെ അപ്പുറവും ഇപ്പുറമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ച വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ശില്പങ്ങളായി മാറുന്നു. ഇപ്പം നരകത്തിൻ്റെ ഒരു ഇതാണ്. അത് ചിത്രജീവികളും ഒരുപാട് ഡെമൻസും പിശാചുക്കളും ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ വിശ്വാസം ആരും കണ്ടിട്ടില്ല. ഫേവറേറ്റുള്ള 2-3 ഐറ്റംസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് പാരഡൈസ് എന്നും പറഞ്ഞൊരു രൂപമാണ്. ഒരു ഒറ്റത്തടിയിൽ പാരഡൈസിൻ്റെ 4 വേർഷൻ ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ദൈവം തന്ന പാരഡൈസ്, നമ്മൾ സൃഷ്ടിച്ച പാരഡൈസ്, അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന അത് നമ്മൾ ഈ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ പാരഡൈസ് തിരിച്ചു കിട്ടുന്ന, അങ്ങനെ ഒരു തടിയിൽ തന്നെ 4 വശങ്ങളിലായിട്ട് 4 വേർഷങ്ങൾ. അതിൽ ദൈവം തന്ന പാരഡൈസ് എന്ന് പറയുമ്പോൾ പറുദീസയിലുള്ള ദൈവവും ആദോഹവുമായും പിശാചും വന്യമൃഗങ്ങളും എല്ലാം അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് അവിടുന്ന് പുറത്താക്കുന്നത്. അതേസമയം നമ്മൾ സൃഷ്ടിച്ചെടുത്ത പാരഡൈസ് എന്ന് പറയുമ്പോൾ ഇപ്പം കാണുന്ന ലോകം, അതിൽ നമ്മുടെ ആഹ്ലാദവും പിന്നെ ഇതെല്ലാം അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ നോഹയുടെ പെട്ട അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിനകത്ത് ഞാനത് കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴും നീതിദേവതയെ ശ്വാസം വിട്ടിച്ചു വിടുക, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നെഞ്ചിൽ നിന്ന് ഹൃദയമെടുത്ത് മാറ്റിയിട്ട് അവിടെ കത്തി വെച്ചിട്ട് വിദ്വേഷത്തിൻ്റെ കത്തി വെക്കുക. ശില്പനിർമ്മിതിയിൽ മാത്രമല്ല ഡോക്ടറുടെ കഴിവുകൾ. വീടിൻ്റെയും ആശുപത്രിയുടെയും പ്ലാനും ഇൻറ്റീരിയറും രൂപകൽപ്പന ചെയ്തത് ഡോക്ടർ സെബാസ്റ്റ്യനാണ്. പക്ഷെ അതിനേക്കാളും പ്രധാനമായിട്ടുള്ളത് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഇൻറ്റീരിയറും എല്ലാം ഞാൻ തന്നെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് അത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. അതുപോലെ ഹോസ്പിറ്റൽ എൻ്റെ പ്ലാൻ മുഴുവൻ വരച്ചത് ഞാൻ തന്നെയാണ്. കുട്ടികളുടെ ആശുപത്രിക്ക് മറ്റൊരു ഛായ നൽകാൻ ശില്പിയും കലാകാരനുമായ ഡോക്ടർക്ക് കഴിയുന്നു. ഞങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ ലുക്ക് വരരുത് എന്ന് ആദ്യം തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം കാണുമ്പോൾ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ സ്മെല്ലും ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ലുക്കും വരാൻ പാടില്ല. പ്രധാനമായിട്ടും കുട്ടികളുടെ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവർക്ക് കൂടെ ഒരു ഇൻട്രസ്റ്റ് കാണുന്ന രീതിയിൽ, അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് പുറത്ത് കളിസ്ഥലങ്ങളും മറ്റുമൊക്കെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ഞാൻ ഉണ്ടാക്കിയ സംഗതികൾ എനിക്ക്
എവിടെയെങ്കിലും ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമല്ലോ. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഇവിടെ തന്നെ അങ്ങ് ഡിസ്പ്ലേ ചെയ്തു. ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ഈ IP മുറികളിലെല്ലാം എൻ്റെ പെയിൻറ്റിങ്സ് ഉണ്ട്. സാങ്കേതികമായ പരിശീലനം നേടാതെ ചെയ്ത കാര്യങ്ങൾ കണ്ടുപഠിക്കാൻ സാങ്കേതിക വിദഗ്ധർ എത്തുന്നുവെന്ന പ്രത്യേകതയും ഇതിനിടെ സംഭവിച്ചു. ഈ ഹോസ്പിറ്റലിൻ്റെ ഇത് പഠിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സ്ഥലം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് വന്ന് ഇത് വന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ കണ്ടു. അപ്പോൾ അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കാതെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ വന്ന് ഇവിടെ വന്നിട്ട് കാണാൻ വേണ്ടി വന്നതൊക്കെ അതെല്ലാം എനിക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ്റെ കുടുംബം ഒരു മെഡിക്കൽ കുടുംബമാണ്. ഭാര്യ ഡോക്ടർ എഡ്ന സെബാസ്റ്റ്യൻ ഗൈനക്കോളജിസ്റ്റാണ്. കൂടാതെ മക്കളും മരുമക്കളും എല്ലാവരും ഡോക്ടർമാർ. അങ്ങനെ ഒരു മെഡിക്കൽ കുടുംബത്തെ സാൻജോസ് ക്യൂർ എന്നീ 2 ആശുപത്രി സംരംഭങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചാണ് തിരക്കിനിടയിലും ശില്പനിർമ്മാണവും കൂടെ കൃഷിയും. എനിക്ക് ഒരു 100-ലധികം പേഷ്യൻ്റ് ഒരു ദിവസം വരും. 20-ലധികം പേഷ്യൻ്റ് IP ആയിട്ടില്ല, ആവറേജ് കാണും. ഞാൻ ഒറ്റക്കാണ് ഇവിടെ പീഡിയാട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം തിരക്ക് തന്നെയാണ്. പക്ഷേ അതിനിടയ്ക്ക് ഒരു 3 തൊട്ട് 5 വരെയുള്ള ടൈമാണ് ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ എനിക്കിതൊരു ഇത്ര ടൈമിനുള്ളിൽ തീർക്കണമെന്നുള്ള അങ്ങനത്തെ ഒരു വാശിയില്ലാത്തതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള വെച്ച് 3 to 5 ആണ് എൻ്റെ ഈ ക്രിയേഷന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുന്നത്. ആ സമയത്ത് ഇത് മാത്രമല്ല, ഞാൻ കൃഷിപ്പണികൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു 2 ഏക്കറുള്ള സ്ഥലമുള്ള എൻ്റെ കുടുംബ വീട്ടിൽ അവിടെ ഞാൻ 50-ലധികം ഈ വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങൾ ഉള്ള പ്ലാന്റ്സുകൾ നട്ട് വളർത്തി അതൊരു ഫാമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് മാത്രമല്ല, പല കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് ഉണ്ട്. കലാസൃഷ്ടിയിൽ മാത്രമല്ല, ചില കലാപരീക്ഷണങ്ങളിലും ഡോക്ടർ ഏർപ്പെടുന്നുണ്ട്. തടി കത്തിച്ച് ചായം തയ്യാറാക്കുന്ന ചിത്രകലാരീതി അതിലൊന്നാണ്. കുടുംബചിത്രമാണ് ആദ്യ പരീക്ഷണം. രാവിലെ 10 മുതൽ OP, ഉച്ചയ്ക്ക് ശേഷം 6 മുതൽ ഇത് വീണ്ടും തുടരും. ഇതിനിടയിലാണ് കലാവിരുതുകൾ സൃഷ്ടിക്കുന്നത്. അതുകൂടാതെയാണ് മറ്റേ ഈ പൈറോഗ്രാഫി പെയിൻറ്റുകളൊന്നും ഉപയോഗിക്കാതെ തടി കരിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം പെയിൻറ്റിങ് ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവർക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ കോയിൽപ്പറമ്പിൽ ഒരു അത്ഭുതമാണ്. മനസ്സുവെച്ചാൽ എല്ലാത്തിനും സമയമുണ്ടാകുമെന്ന പ്രത്യക്ഷ ഉദാഹരണം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല, കലകളുടെയും വേരുകൾ മണ്ണിൽ തന്നെയാണ്. കൊച്ചി ബിനാലയിലെ 2 വ്യത്യസ്ത പ്രദർശനങ്ങൾ, രണ്ടും മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിലൊന്ന് പ്രകൃതിദത്തമായ വസ്തുക്കളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. അത് ചിതൽപുറ്റിൻ്റെ മാതൃകയിൽ. അത് നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണ്, ആനപ്പിണ്ടം, വൈക്കോൽ, ചാണകം എന്നിവ ഉപയോഗിച്ചാണ്. ഇതിനൊപ്പം തന്നെ വിസ്പറിംഗ് ക്ലേ എന്ന മറ്റൊരു പ്രദർശനം. ഇത് കളിമണ്ണിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കലാരൂപങ്ങളാണ് ആ വിസ്പറിംഗ് ക്ലേയിലുള്ളത്. ഈ 2 പ്രദർശനത്തിൻ്റെയും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഏതു നാടിൻ്റെയും സംസ്കാരങ്ങളും കലകളും പ്രകൃതിയും മണ്ണുമായി ബന്ധപ്പെട്ട് ആവിർഭവിച്ചവയാണ്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ മണ്ണ്, ജലം, വായു, പ്രകാശം എന്നിവയുമായി ബന്ധപ്പെട്ടാകുമ്പോൾ പല കലകൾക്കും ഇവയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. കളിമണ്ണിനെ കണ്ടെത്തി ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തി എടുത്തതു മുതൽ മാനവരാശിയുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം വലുതായിരുന്നു. കളിമണ്ണിന് കലയുമായുള്ള പുക്കൽക്കുടി ബന്ധം വരച്ചു കാട്ടുകയാണ് കൊച്ചി ബിനാലയോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന 2 പ്രദർശനങ്ങൾ. രണ്ടിലും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുഘടകം കളിമണ്ണ് തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നതാണ് കൊച്ചി ബിനാലയുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ വേദിയിലെ മേമു ഭൂമി ഭൂമി എന്ന കലാസൃഷ്ടി.
ചിതൽപുറ്റിനോട് സാമ്യമുള്ള ഈ നിർമ്മിതികൾ ഒരുക്കുന്നതിൽ ഒരു സുപ്രധാന ഘടകം കളിമണ്ണ് തന്നെയാണ്. പ്രകൃതിയുമായി മാത്രമല്ല ആത്മീയതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ കലാസൃഷ്ടികൾ. അകമ്പൊള്ളയായ ഈ നിർമ്മിതികൾക്ക് ഓരോന്നിനും മുൻവശത്ത് അടയ്ക്കാനാവാത്ത ഒരു വാതിൽ മാത്രമാണ് ഉള്ളത്. സൗത്ത് ആഫ്രിക്കൻ കലാകാരിയായ ഡിനയോ സെഷെ ബൊബാബെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. കലാകാരിയുടെ മാതൃഭാഷയായ സെപ്പഡിയിൽ നിന്നുള്ള അമ്മ എന്നർത്ഥം വരുന്ന മേമു എന്ന വാക്കും സംസ്കൃതത്തിലെ ഭൂമി എന്ന വാക്കും ചേർത്താണ് അമ്മയായ ഭൂമി എന്ന അർത്ഥത്തിൽ മേമു ഭൂമി എന്ന ഈ കലാസൃഷ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ആളുകൾക്ക് അകത്ത് കടക്കാൻ കഴിയുന്ന 11 കൂടാരങ്ങൾ അഥവാ കൂനകളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഇത്തരം താൽക്കാലിക ആരാധനാലയങ്ങൾ സിയോലോ എന്നാണ് ആഫ്രിക്കൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കൻ ഇൻഡിജിനസ് ഒരു കൾച്ചറിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഈ വർക്കിനെ സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. ഇത് വളരെ പരമ്പരാഗതമായിട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഒരു ഹോളി സ്പേസ് അല്ലെങ്കിൽ വർഷിപ്പ് സ്പേസ് ആണ് ആൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറും അല്ലെങ്കിൽ കേരള കൾച്ചറിലേക്കും ഇൻഡിജിനസ് പാർട്സിൽ നമ്മൾ പരിശോധിക്കുമ്പം ഒത്തിരി ഇതിനകത്ത് അടയാളങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ജാതിമത വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതല്ല സിയോലോ എന്ന ഈ നിർമ്മിതികൾ. അതിനാൽ തന്നെ ഏതെങ്കിലും മതത്തിൻ്റെ ചിഹ്നങ്ങളും ഇവിടെ കാണാനാവില്ല. കളിമണ്ണ്, ചാണകം, വൈക്കോൽ, ആനപ്പിണ്ടം എന്നിവയാണ് ഇവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ പ്രാദേശിക സംസ്കാരത്തിൻ്റെയും ഭാരതീയ ഗ്രാമീണ സംസ്കാരത്തിൻ്റെയും ഒക്കെ ചില ഘടകങ്ങൾ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഭക്തിയുമായി അല്ലെങ്കിൽ വിശ്വാസങ്ങളുമായി അടുത്തു നിൽക്കുന്നതാണ്. മഞ്ഞൾ, ഉപ്പ്, കരി, മുള, മെഴുക് തുടങ്ങിയവയൊക്കെ വിശ്വാസങ്ങളുമായും അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ചാണകം, ഉപ്പ്, മഞ്ഞൾ തുടങ്ങിയവ ശുദ്ധി വരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന പാരമ്പര്യത്തെ ഈ കലാസൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി കാണാനാകും. ചെളി, പിന്നെ വൈക്കോല് യൂസ് ആകുന്നുണ്ട്, പിന്നെ ആനപ്പിണ്ടം, കൗഡങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ കൾച്ചർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വസ്തുക്കൾ നമ്മുടെ പല വീട് നിർമ്മാണങ്ങളിലും സ്പിരിച്വൽ അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്. മുള കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറിന് അകവും പുറവും കളിമണ്ണും വൈക്കോലും കുഴച്ചെടുത്ത് തേച്ച് പിടിപ്പിക്കുകയും ഇതിനു പുറമെ ആനപ്പിണ്ടവും ചാണകവും കുഴച്ച് ആവരണം ചെയ്യുകയും ഇതിനു പുറമെ വീണ്ടും കളിമണ്ണും വൈക്കോലും കുഴച്ചെടുത്ത് തേച്ച് പിടിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. 2 ആഴ്ചയിലധികം സമയമെടുത്താണ് ഈ കലാസൃഷ്ടി ഒരുക്കിയത്. നിർമ്മാണത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ബൊബാബെയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഇതിനകത്ത് ബാമ്പു വെച്ചിട്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഷേപ്പിന് വേണ്ടിയുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. ഇത്തരം എലമെൻസോട് കൂടിയിട്ട് ഈ ഒരു ടെമ്പററി വർഷിപ്പ് പ്ലേസ് ബിൽഡ് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഭാഗമായി അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഒരു ഈവിൽ സ്പിരിറ്റിനെ യു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അകത്ത് കടന്നതിന് ശേഷം ആൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്, ഹീലിംഗ് ജേണിയാണ്. ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നോക്കുവാണെങ്കിലും നമുക്ക് കോൺസ്റ്റലേഷൻ്റെ എലമെൻറ്റ്സ് കാണാൻ പറ്റും. സ്കൈ ആൻഡ് കോൺസ്റ്റലേഷൻ എലമെൻറ്റിന് വളരെ പ്രൊമിനൻസ് കൊടുത്തിട്ടുണ്ട്. ലോകപ്രശസ്ത കലാകാരിയായ ഡിനയോ സെഷെ ബൊബാബെ ഒരു സന്യസ്ത തുല്യമായ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ മേമു ഭൂമി പോലുള്ള കലാസൃഷ്ടികൾ മുമ്പും നിരവധി തവണ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. ബിനാലയിൽ ആദ്യമായാണ് ബൊബാബെയുടെ കലാസൃഷ്ടി ഇടം പിടിക്കുന്നത്. നല്ലൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഡീനിയോ സെഷെ ബൊബാബെ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ആർട്ടിസ്റ്റ്. ആളൊരു മിസ്റ്റിക് ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണ്. ആളെ പേഴ്സണലി ഒബ്സർവ് ചെയ്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ആ ഒരു കൾച്ചർ, ആ ഒരു തോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പരിചയപ്പെട്ടപ്പോൾ. സിയോലോ നിർമ്മാണത്തിലെ എല്ലാ ഘടകങ്ങളും പ്രകൃതിദത്തമായിട്ടുള്ളവയാണ്. ആത്മീയതയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനായി നിരവധി ചേരുവകളും ഇതിൽ കാണാനാകും. മണ്ണും ഉപ്പും ചേർത്ത് തയ്യാറാക്കിയ കളങ്ങൾ പോലുള്ളവ, ചരടിൽ കോർത്ത നാരങ്ങകൾ, ചെറിയ മണികൾ, കക്കയുടെ തോടുകൾ, ദണ്ടുകൾ, മണ്ണിലുറപ്പിച്ച മുളന്തണ്ടുകൾ, ചെറിയ ഇഷ്ടികകൾ, മൺകുടങ്ങൾ, അങ്ങനെ പലതും ഈ കൂട്ടത്തിലുണ്ട്. ഇതിലിപ്പോൾ പറയുന്ന പോലെ ഒരു ദണ്ടുവടി കാണാൻ പറ്റും. അതുപോലെ തന്നെ വാക്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചെറിയ മോട്ടിഫായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ബ്രിക്സ് വെച്ചിട്ടുണ്ട്. മണ്ണ് അതിൻ്റെ ഒപ്പം ഉപ്പ് കലർത്തി കൊടുത്തിട്ടുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ക്ലേ പോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ പല സ്പിരിച്വലായിട്ടുള്ള പ്ലേസസിനെയും നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെയുള്ള സ്പിരിച്വൽ മോട്ടീവ്സ് ഭാഗമായി നമ്മൾ ആ പിക്ചറിൽ കാണാൻ പറ്റുന്നു. നിരവധി ആളുകൾ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ ഈ കലാസൃഷ്ടി ആസ്വദിക്കുന്നതിനായി എത്തിയിരുന്നു. പലർക്കും ഇതൊരു വ്യത്യസ്ത കാഴ്ചയും അനുഭവവുമായിരുന്നു. തിരക്കില്ലാത്ത സമയങ്ങളിൽ ഈ കൂടാരങ്ങൾക്കുള്ളിൽ കടന്ന് ധ്യാനവും നടത്തിയാണ് പലരും മടങ്ങുന്നത്. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന ആശയം മുൻനിർത്തിയാണ് സിയോലോയുടെ നിർമ്മാണം.
അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലത്തേക്കാണ് ഇവ നിർമ്മിക്കുന്നത്. മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുമാവില്ല. കൂനകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ചെടികളുടെ നാമ്പുകൾ ഭൂമിയുമായുള്ള ബന്ധത്തിൻ്റെയും പ്രതീക്ഷകളുടെയും പ്രതീകങ്ങളുമാണ്. ഒന്നും അധിക നാളത്തേക്കില്ല. ഓക്കെ, അപ്പോൾ ടെമ്പററി ബിയനാലയുടെ ആ ഒരു തീമും കണക്ട് ചെയ്യുന്നു. അത് ആ തീമിൽ നിന്നുകൊണ്ട് ആർട്ടിസ്റ്റിൻ്റെ മെസ്സേജ് ഇങ്ങനെ കൺവേ ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ബിയനാലെ വരുന്ന ഒരു 2-3 months കാലയളവിലേക്കുള്ള ആ ഒരു തീമിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ പർപ്പസും ഇവിടെ വരുന്നത്. അത് ആ കൾച്ചറുമായിട്ട്, സൗത്ത് ആഫ്രിക്കൻ ഇൻഡിജിനസ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെമ്പററി വർഷിപ്പ് പ്ലേസ് ആണ്. പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണമായതുകൊണ്ട് തന്നെ ഉപയോഗശേഷവും ഇതിൽ പ്രകൃതിക്ക് ദോഷകരമായൊന്നും അവശേഷിക്കുന്നില്ല. മണ്ണോട് ചേരുന്ന വസ്തുക്കൾ മാത്രമാണ് സിയോലോകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മേമു ഭൂമിയിൽ കളിമണ്ണ് ഒരു ചേരുവ മാത്രമാണെങ്കിൽ മട്ടാഞ്ചേരിയിലെ OED ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വിസ്പറിംഗ് ക്ലേ പ്രദർശനത്തിലുള്ളത് പൂർണ്ണമായും കളിമണ്ണിൽ തന്നെ തീർത്ത കലാസൃഷ്ടികളാണ്. കളിമണ്ണിൽ വിസ്മയകരമായ കലാസൃഷ്ടികൾ ഒരുക്കിയ മുംബൈ സ്വദേശിനി വിമു സംഘ്വിയുടെ ശില്പങ്ങളിൽ ചിലതാണ് പ്രദർശനത്തിൽ ഉള്ളത്. സ്റ്റുഡിയോ പോട്ടറി എന്ന കല ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയവരിൽ പ്രധാനിയാണ് സംഘ്വി. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജൈവികമായ ഡിസൈനുകൾ, ഭൂമിയുടെ സ്വാഭാവിക നിറങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഗ്ലേസിംഗ് രീതികൾ എന്നിവയാണ് സംഘ്വിയുടെ സൃഷ്ടികളുടെ വലിയ പ്രത്യേകതകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പരമ്പരാഗതമായ ഇന്ത്യൻ ശൈലികളെ ആധുനിക സാങ്കേതികങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് സംഘ്വി അവതരിപ്പിച്ചത്. 500ഓളം കളിമൺ ശില്പങ്ങൾ ഒരുക്കിയ സംഘ്വിയുടെ 92 സൃഷ്ടികളാണ് വിസ്പറിംഗ് ക്ലേ എന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി വിമു സംഘ്വിയുടെ ശില്പങ്ങളുടെ പ്രദർശനം ഒരുക്കുന്നത് ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രകൃതി ഫൗണ്ടേഷനാണ്. വിമു സംഘ്വി എന്ന ആർട്ടിസ്റ്റ് 500ഓളം പീസസ് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചൂസൺ ആയിട്ടുള്ള ഒരു 92 പീസസാണ് ഇവിടെ ഉള്ളത്. അത് 5 ഫേസസ് ആയിട്ട് ഇപ്പോൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചേക്കും നമ്മുടെ ക്യൂറേറ്റർ ക്രിസ്റ്റീൻ മൈക്കിൾ. അപ്പോൾ ഏർലി ഫേസ് ഉണ്ട്, ക്യൂബിസ്റ്റ് പീരീഡിലുള്ളതുണ്ട്, പിന്നെ ഫിഗറേറ്റീവ് പീരീഡിലുള്ളതുണ്ട്, പിന്നെ പോട്ടറി വീല് യൂസ് ചെയ്യാതെ ചെയ്ത വർക്ക്സ്, അതും ഒരു സെപ്പറേറ്റ് ഫേസ് ആയിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ട്രഡീഷണൽ പോട്ടറി പ്ലേറ്റ് ഉണ്ടാക്കുന്നത്, അതും ഉണ്ട്. വിമു സംഘ്വിയുടെ കലാസൃഷ്ടികളെ 5 കാലഘട്ടങ്ങളായി തിരിച്ചാണ് പ്രദർശനത്തിൽ അണിനിരത്തിയിരിക്കുന്നത്. ക്യൂബിസ്റ്റ് ശൈലി അവലംബിച്ചിരിക്കുന്ന ശില്പങ്ങൾ, ഫിഗറേറ്റീവ് വിഭാഗത്തിലെ മനുഷ്യരൂപങ്ങൾ, പ്രകൃതിയിൽ നിന്നുള്ള പുതിയ നിറക്കൂട്ടുകൾ ചേർത്ത് ഡിസൈൻ ചെയ്ത ഗ്ലേസിംഗ് ഫിനിഷ് എന്നിവയൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. നമുക്കിവിടെ ധാരാളം ആളുകളെ വരുന്നത് ഇത് കാണാനും. ആ ഒരു ടൈം പീരീഡിൽ ഒരു ആർട്ടിസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ മുഖം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതല്ല. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര അതിശയം കൊള്ളുന്ന കാര്യങ്ങളാണ്. സ്വദേശികളും വിദേശികളുമൊക്കെയായി നിരവധി പേരാണ് പ്രദർശനം കാണാൻ എത്തുന്നത്. ലോഹങ്ങളും ലോഹസങ്കരങ്ങളുമൊക്കെ വലിയ വിപ്ലവം ആധുനിക ലോകത്ത് സൃഷ്ടിക്കുമ്പോഴും വിസ്പറിംഗ് ക്ലേ, മേമു ഭൂമി എന്നീ പ്രദർശനങ്ങൾ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി തന്നെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പതിവ് പോലെ കൂടുതൽ വിശേഷങ്ങളും പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.